സിദ്ധു സത്യം പറ, അവരെ എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നേ? ആരെ ഒളിപ്പിച്ചെന്ന്? മീരെ കൊന്നവരെ, ആ ദേവികയും മാധവനെയും. അവരെ എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നതാ ചോദിക്കുന്നേ. അവരെവിടെയാ ഒളിച്ചിരിക്കുന്നതെന്ന് സിദ്ധുവിനും നന്ദനും അറിയാം. അവരെവിടെയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. രാവിലെ ഒരു പ്രസ് മീറ്റ് വിളിക്കും. ഈ കൊലപാതകം ചെയ്തത് ദേവികയും അവളുടെ അച്ഛൻ മാധവനും ചേർന്നാണെന്ന് ഈ പൊതുസമൂഹത്തോട് വിളിച്ചു പറയും. തീരുമാനിച്ചു കഴിഞ്ഞു സിദ്ധു. ഇനി അത് മാറ്റമില്ല. അബദ്ധം കാണിക്കരുത്. എന്നെ തടയണ്ട. രാവിലെ തന്നെ മാധ്യമ സംഘം ഈ വീട്ടിലെത്തും. ഞാനിത് ഇവിടെ ഒറ്റയ്ക്കിരുന്നപ്പോ ചിന്തിച്ചുറപ്പിച്ചതാ. നാളെ ഈ വാർത്ത ലോകം മുഴുവനും അറിയും. ഉറപ്പായും തീരുമാനിച്ചോ? പറഞ്ഞില്ലേ സിദ്ധു, അതിലും മാറ്റമില്ല. താൻ പൂർണ്ണമായും തീരുമാനിച്ച സ്ഥിതിക്ക് പ്രസ് മീറ്റിൽ കൃത്യതയ്ക്ക് വേണ്ടി ഞാനൊരു വിവരം പറയാം. എന്ത്? കൊലപാതകം നടത്തിയ ആളിന്റെ പേരും വിവരവും. സിദ്ധുവിനൊപ്പം മീരയുടെ കൊലപാതകയെ കൃത്യമായിട്ട് അറിയാം. ദേവിക അല്ലെന്നാണോ? അല്ല. ആളിന്റെ പേരും വീടും ബാക്കി വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം. തനിക്ക് അയാളെക്കുറിച്ച് മാത്രമല്ല, അയാളെ വീട്ടുകാരെ കുറിച്ചും അറിയാം. ആരാ മീരെ കൊന്നത്? ആരാ? കൊന്ന ആളിന്റെ പേര് നന്ദൻ. അച്ഛന്റെ പേര് സിദ്ധാർത്ഥൻ. അമ്മ പ്രഭാവതി. വീട്ടുപേര് ചന്ദ്രോത്ത്. അതെ, നന്ദന മീരെ കൊന്നത്. ഒരു കൈപ്പിഴ. അറിയാലോ പ്രഭേ, ആരെയൊന്നും തല്ലുക പോലും ചെയ്യാത്ത നന്ദന് സംഭവിച്ചൊരു പിഴവ്. അതിന് കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതായിപ്പോയി. ഇന്നലെ ടെറസിൽ മീരയും നന്ദനും തമ്മിൽ ഒരു തർക്കത്തിൽ തുടങ്ങിയതാ. അതിന്റെ അവസാനം അവനെ തടഞ്ഞ മീരയെ അവൻ തള്ളി മാറ്റി. ടെറസിൽ തലയിടിച്ച വീണത്. മരണം സംഭവിച്ചു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.